കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രവചനാതീതമായ മത്സരം നടക്കുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് തിരുവനന്തപുരം മണ്ഡലമാണെന്ന്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും കടുത്ത ത്രികോണ മത്സരം നടന്നുവരുന്ന മണ്ഡലം കൂടിയാണ് തലസ്ഥാന മണ്ഡലം. ഐക്യരാഷ്ട്രസഭയിൽ നിന്നും വിരമിച്ച് തിരിച്ചെത്തിയ ഡോക്ടർ ശശി തരൂരിനെ കഴിഞ്ഞ 3 തവണയും നെഞ്ചേറ്റിയ മണ്ഡലത്തിൽ ഇത്തവണ നടക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും കാണാത്ത വീറും വാശിയും ഉള്ള പോരാട്ടമാണ്. 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മികച്ചത്. കേന്ദ്രമന്ത്രിയും രാജ്യത്തെ തന്നെ വ്യവസായ പ്രമുഖനുമായ രാജീവ് ചന്ദ്രശേഖറിനെയാണ് BJP ഇത്തവണ മണ്ഡലം പിടിക്കാൻ കളത്തിലിറക്കിയതെങ്കിൽ മുൻ സിറ്റിംഗ് എംപിയും കേരളത്തിലെ കറകളഞ്ഞ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ മുഖവുമായ പന്ന്യൻ രവീന്ദ്രനെ തന്നെ രംഗത്തിറക്കിയാണ് ഇടതുപക്ഷം ഇത്തവണ ചെക്ക് വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിശ്വപൗരനും വ്യവസായ പ്രമുഖനും ജനകീയ നേതാവും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ തീച്ചൂളയിലാണ് തലസ്ഥാന മണ്ഡലം ഇത്തവണ. അവസാന ദിവസങ്ങളിൽ സംഭവിക്കുന്ന അടിയൊഴുക്കുകൾ വിജയം മാറ്റിമറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ഒരേപോലെ പറയുന്നത്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി ഡോക്ടർ ശശി തരൂരിന്റെ അടിസ്ഥാന വോട്ടുകളിൽ ചോർച്ച സംഭവിച്ചിട്ടുണ്ടെന്നത് സത്യമാണ്. തരൂരിന് കൃത്യമായി ലഭിച്ചുകൊണ്ടിരുന്ന NSSന്റെ സാമുദായിക വോട്ടുകളിൽ നിന്ന് ഒരു ഭാഗം രാജീവ് ചന്ദ്രശേഖറിന് സ്വാധീനിക്കാനായതാണ് തരൂരിനെ അസ്വസ്ഥരാക്കുന്നത്. ഈ വോട്ടിനൊപ്പം അവസാന നിമിഷത്തിൽ BJPയുടെ പരാജയം ഉറപ്പുവരുത്താൻ ഒഴുകിയെത്തുന്ന മുസ്ലിം വോട്ടും തീരദേശ വോട്ടുമായിരുന്നു കഴിഞ്ഞ 3 തവണയും തരൂരിന് വിജയം എളുപ്പമാക്കിയിരുന്നത് എങ്കിൽ ഗാസ യുദ്ധവുമായി ബന്ധപ്പെട്ട് തരൂർ എടുത്ത ഇസ്രായേൽ അനുകൂല നിലപാട് മതന്യൂനപക്ഷ വോട്ടുകളെ ബാധിക്കുമെന്ന ആശങ്ക കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. അതോടൊപ്പം സാധാരണക്കാരുടെ ഇടയിൽ പന്ന്യൻ രവീന്ദ്രനുള്ള സ്വീകാര്യതയും പതിവിന് വിപരീതമായി CPI സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആദ്യം മുതലേ CPIM പ്രവർത്തകർ ആവേശത്തോടെ രംഗത്തിറങ്ങിയതുമെല്ലാം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടർമാരിൽ ഉണ്ടായിരുന്ന അപരിചിത്വം അതിവേഗം മറികടക്കാൻ BJP സ്ഥാനാർത്ഥിക്ക് സാധിച്ചു എന്ന് വേണം കരുതാൻ. BJP പ്രവർത്തകരെ മാത്രം ആശ്രയിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തേക്ക് തന്റെ പ്രൊഫഷണൽ സംഘത്തെ തന്നെ ഇറക്കി കളം പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖറിനായിട്ടുണ്ട്. അതോടൊപ്പം മുഖ്യ എതിരാളിയായ തരൂരിനെതിരായ പ്രചാരണവും വോട്ടർമാരിലേക്ക് എത്തിക്കുന്നതിൽ BJP സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 3 സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ തുല്യ വിജയ സാധ്യതയാണുള്ളതെങ്കിലും അവസാന നിമിഷങ്ങളിലുണ്ടാകുന്ന ചെറിയ സംഭവം പോലും വിജയപരാജയം മാറ്റിമറിക്കും. പുറത്തുവന്ന സർവേ ഫലങ്ങളും കടുത്ത മത്സരത്തിന്റെ സൂചനകളാണ് നൽകുന്നത്. തരൂർ മികച്ച മാർജിനിൽ മണ്ഡലം നിലനിർത്തുമെന്നാണ് മനോരമ ന്യൂസ് VMR പ്രീപോൾ സർവേ പ്രവചിക്കുന്നത്. LDFന് വോട്ട് കൂടും. BJP വോട്ടിൽ 1.38% ഇടിവുണ്ടാകുമെന്നാണ് സർവേ ഫലം. കഴിഞ്ഞ 2 പൊതു തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് റണ്ണറപ്പായി തുടരാൻ ഇത്തവണ പൊരിഞ്ഞ പോരാട്ടം നടത്തേണ്ടി വരും. LDF വോട്ടിൽ 2.81% വർധന പ്രതീക്ഷിക്കുമ്പോൾ UDF വോട്ട് 1.07% കുറയുമെന്നാണ് പ്രവചനം. വോട്ട് വിഹിതമെടുത്താൽ 40.07 പേർ UDFനൊപ്പമാണ്. NDAക്ക് 29.88%, LDFന് 28.37%. NDAയും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1.51%. അതേസമയം 24 ന്യൂസ് സർവേ പ്രകാരവും തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമാകും എന്ന സൂചനയാണ് നൽകുന്നത്. ശശി തരൂർ നേരിയ ഭൂരിപക്ഷത്തിൽ മുന്നിട്ട് നിൽക്കുന്നെങ്കിലും കടുത്ത ത്രികോണ മത്സരം നടക്കുന്നുവെന്ന സൂചന തന്നെയാണ് സർവേ നൽകുന്നത്. 35.7% പേർ തരൂർ തന്നെ മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നു. LDFന്റെ പന്ന്യൻ രവീന്ദ്രനും NDAയുടെ രാജീവ് ചന്ദ്രശേഖറിനും 32% വീതം വോട്ടർമാരുടെ പിന്തുണയുണ്ട്. മറ്റുള്ളവരെന്ന് അഭിപ്രായപ്പെടുന്നത് 0.3% വോട്ടർമാരാണ്. ശശി തരൂരിന് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ ഒരു ഭാഗം BJPയിലേക്ക് മാറുകയും തീരദേശ വോട്ടുകളും മുസ്ലിം ന്യൂനപക്ഷ വോട്ടും പന്ന്യൻ രവീന്ദ്രന് അനുകൂലമാവുകയും ചെയ്താൽ ഇത്തവണ അട്ടിമറി വിജയം ഇടതുപക്ഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രി, വ്യവസായ പ്രമുഖൻ തുടങ്ങിയ നിലയിൽ മണ്ഡലത്തിലെ മധ്യവർഗ വോട്ടുകളിൽ വലിയ സ്വാധീനം രാജീവ് ചന്ദ്രശേഖറിന് ഉണ്ടാക്കാനായിട്ടുണ്ടെന്ന വിശ്വാസത്തിൽ ഇത്തവണ ചരിത്ര വിജയം നേടുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് BJPയും.